ഹലോ, ഈ വീക്കെൻഡ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഫിലിമാണ് സംഭവം അധ്യായം 1. നല്ല സിനിമ പ്രൊഡക്ഷൻ്റെ കീഴിൽ അഷ്കർ അലി ഹീറോ ആയി വരുന്ന ഒരു നല്ല ചിത്രം. ജിത്തു സതീശൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരു ഷോർട്ട് ഫിലിമിനെ ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കുന്നു. ഫിലിമിൻ്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു ടൈം ട്രാവലർ ഓർ ടൈം ലൂപ്പ്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കഥയുടെ മുന്നോട്ടുള്ള യാത്ര. ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരു കാടിനുള്ളിൽ അകപ്പെടുന്നു. ഈ കാടിനുള്ളിലെ ടൈം ട്രാവലർ ഓർ ടൈം ലൂപ്പിനെ പറ്റി അവർ തിരിച്ചറിയുകയും പുറത്തു വരാൻ കാണിക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ് കഥ പറയുന്നത്. ഈ ഫിലിം എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല കേട്ടോ. പ്രത്യേകതരം ജോണറുകൾ കണ്ടിഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിരിക്കണം ഈ ചിത്രത്തെ കൂടുതൽ സ്വീകരിക്കാൻ സാധിക്കുന്നത്. കാരണം ഞാൻ തിയേറ്ററിൽ 2 ദിവസം പോയപ്പോഴും വലിയൊരു ഹൗസ്ഫുള്ളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഫിലിമിനെ ആസ്വദിക്കണമെങ്കിൽ ഇത്തരം ഫിലിമുകളെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഇത്തരം ഫിലിമുകൾ കണ്ടു പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇതിനെപ്പറ്റി കൂടുതലൊരു ഇഷ്ടം തോന്നിക്കുക. എന്നിരുന്നാലും 2.5 മണിക്കൂർ ഒരു കാട്ടിൽ അകപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫീലിംഗ് ആ ഫിലിം കാണുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സൗണ്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ വിഷ്വൽസ്, പിന്നെ ചില സീനുകളിൽ കാടിൻ്റെ ഉള്ളിൽ മഴ പെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ആയിരുന്നു. കാരണം വെച്ചാൽ ആ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ വിഷ്വൽസും നല്ലൊരു തിയേറ്റർ ആണെങ്കിൽ നമുക്ക് അത്രത്തോളം ഉൾക്കൊണ്ട് ഫിലിം കാണാൻ പറ്റും. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഫിലിം എന്നെ സംബന്ധിച്ചുള്ള ഒരു 50-50 ആണ്. എന്നെ സംബന്ധിച്ചുള്ള എനിക്കിതിൽ നിന്ന് കിട്ടിയത് ആ 2 മണിക്കൂർ നമ്മൾ കാട്ടിലകപ്പെട്ടാൽ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു ക്യൂരിയോസിറ്റി, അങ്ങനെയൊക്കെയാണ് എനിക്കുണ്ടായത്. എനിക്കിത് അതിനു മാത്രം വലിയൊരു ഫിലിമായിട്ട് തോന്നില്ല. പക്ഷേ 2 മണിക്കൂർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഫിലിമായിരിക്കും. അല്ലെങ്കിൽ ഈ ജോണറിനെ പറ്റി കൂടുതൽ അറിയുകയും ഇത്തരം ഫിലിമുകളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം നല്ലൊരു ചിത്രമായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.